5 മാർക്ക് നമ്മുടെ SCRT ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കിഡിലും ക്വസ്റ്റ്യൻ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ SLC ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ കാണുന്ന ചിത്രം ഇവിടെ ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. എന്നിട്ട് നിങ്ങളോട് AP-യുടെ നീളം X എന്ന് എടുക്കാൻ പറഞ്ഞു. നമുക്കറിയാം AP-യുടെ നീളം X ആണ് എങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാക്കിയുള്ള സൈഡുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ AP-യുടെ നീളം X ആണെങ്കിൽ നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ രണ്ട് സൈഡുകളാണ്, BQ-ഉം CR-ഉം. അപ്പോൾ BQ എന്ന് പറഞ്ഞാൽ ഇവിടെയാണുള്ളത്, CR എന്ന് പറഞ്ഞാൽ ഇവിടെയാണുള്ളത്. സോ ഇത് X ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതും X ആണെന്ന് പറയാൻ പറ്റും. ഈ കാണുന്ന മുഴുവൻ നീളം 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് 5 - X എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന നീളം 5 - X ആണ്. ഈ കാണുന്ന നീളം മൊത്തം 6 ആയതുകൊണ്ട് ഇത് 6 - X ആണ്. സോ ഇതും 6 - X ആണ്. അപ്പം നമുക്കിതൊന്ന് എടുത്ത് എഴുതേണ്ടതുണ്ട്. BQ എന്ന് പറഞ്ഞാൽ 6 - X, CR എന്ന് പറഞ്ഞാൽ 5 - X. അടുത്തൊരു കാര്യം എന്താ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AP. കണ്ടുപിടിക്കാൻ രണ്ട് വഴികളുണ്ട്. വളരെ സിമ്പിളായുള്ള വഴി എന്തെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന നീളം 6, 5, 11 - X - 2X ആണ്. ഈക്വൽ ടു 4 നമുക്ക് മനസ്സിലായി. അഥവാ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 4 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് X സോൾവ് ചെയ്യാണ്. 11 - 4 7 = 2X. എന്താ ഞാൻ ചെയ്തത്? ഈ കാരണം -2X അങ്ങോട്ട് കൊണ്ടുപോയി +4 അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് Xൻ്റെ വാല്യൂ കിട്ടും. അത് എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ മക്കളെ, ഇതിൻ്റെ അടുത്തൊരു കിഡിലെ വേർഷൻ കൂടി ഉണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈവിലേക്ക് ഒന്ന് വരിക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ, ഈ കാണുന്ന ചിത്രത്തിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു XZ - YZ = 2XT കിട്ടും എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഈ കാണുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കാണുന്ന ഞാൻ പേരൊന്ന് മാറ്റാണ്, TPQ എന്ന് എഴുതുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന നീളം A ആണെങ്കിൽ ഇതും A ആണ്. ഇതിനെ ഞാൻ B എടുത്താൽ ഇത് B ആണ്. ഇതിനെ ഞാൻ C എടുത്താൽ C ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കറക്റ്റ് ഈക്വൽ ആയുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം XY നോക്കാം. XY എന്ന് പറഞ്ഞാൽ X + Y ആണ്. ഈ കാണുന്ന ചിത്രത്തിൽ X + Y എന്ന് പറഞ്ഞാൽ A + B ആണ്. അടുത്ത XZ നോക്കുക. XZ നോക്കുന്ന സമയത്ത് ആ കാണുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ B + C ആണ്. അടുത്ത മൈനസ് ഉണ്ട്. YZ എന്ന് പറഞ്ഞാൽ A + C ആണ്. അത് ബ്രാക്കറ്റ് ഇട്ടാൽ മറക്കരുത്. അപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന +Aയും ഈ കാണുന്ന -Aയും വെട്ടിപ്പോവും. ബ്രാക്കറ്റിനുള്ളിലേക്ക് മൈനസ് ഉള്ളിൽ കയറും. ഈ കാണുന്ന +Cയും ഈ -C അതും കെട്ടിപ്പോവും. C - C. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2B എന്ന് കിട്ടും. നോക്കൂ മക്കളെ, നമുക്ക് എന്താ പറയുന്നത്? ഈക്വൽ ടു 2XT എന്നാ. 2XT എന്ന് പറഞ്ഞാൽ എന്താ? B + B, ദാറ്റ് ഈസ് 2B. ഇത്ര ഉള്ളത് പ്രൂവ് ചെയ്യാൻ. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാൻ പറയുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.